ഹായ് ഓൾ. ഇപ്പോൾ ഫൈനൽ മെസ്സേജ് ബിഫോർ എക്സാമിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വർഷം ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ നമ്മൾ ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ആലോചിക്കാൻ തോന്നുന്നത് നമുക്ക് ഓർമ്മയില്ലാത്ത ഏതെങ്കിലും ടോപ്പിക്കിലെ ചില പോയിൻറ്റ്സുകൾ, ചില സബ്ജക്റ്റുകളെ റീകോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് എക്സാം ഇത്ര കാലം എഴുതാൻ പോയ ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന സെയിം ഫീൽ തന്നെയാണത്. നിങ്ങൾക്ക് ആക്റ്റീവ് റീകോളിങ് ഈ സമയത്ത് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ കോളായി ആകെ ബുദ്ധിമുട്ടായി, എക്സാമിന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോട്ട്സാണ്. ആക്ച്വലി ഈ ഒരു തോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് ഒരു 4-5 ക്വസ്റ്റ്യൻസ് നല്ല രൂപത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. സോ ആ 4-5 ക്വസ്റ്റ്യൻസ് അതുകൂടെ ഒന്ന് ബെറ്ററായി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ സമയത്ത് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ആക്റ്റീവ് റീകോളിംഗ് ട്രൈ ചെയ്യാം, ബട്ട് ആക്റ്റീവ് റീകോളിങ്ങിൽ ഈ കാര്യങ്ങളൊക്കെ കിട്ടുക എന്നുള്ളത് വിത്തൗട്ട് ഓപ്ഷനോ വിത്തൗട്ട് ക്വസ്റ്റ്യൻസ് ഓരോ കാര്യങ്ങളും റീകളക്ട് ചെയ്ത് അതിലെ പോയിന്റ് ഇങ്ങനെ, ഇതിൽ ECG ഫൈൻഡിങ്സ് ഇതിനെ, ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചോയ്സ് ഇങ്ങനെയാണ് എന്നുള്ളത് മൈൻഡിലേക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വരില്ല. പക്ഷേ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ശരിയാക്കാനുള്ള പ്രോബബിലിറ്റി, അതിൻ്റെ പോസിബിലിറ്റി വെരി ഹൈ ആയിരിക്കും. ഈവൺ നിങ്ങൾക്ക് അറിയുന്ന 10 ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് 9 നിങ്ങൾ ഗസ് ചെയ്തിട്ട് റെഡിയാക്കും. ഒന്ന് അശ്രദ്ധ കാരണം വേറെ എന്തെങ്കിലും കാരണം തെറ്റിപ്പോവാം. ദാറ്റ്സ് വെരി ഓക്കെ. സോ ഈ ഒരു പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പോകാൻ പോകുന്നത്. ഇപ്പോൾ എക്സാമിന് കാണുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിലെ ഓരോ പോയിന്റുകൾ റീകളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ സമയത്ത് പ്രാക്ടീസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഓരോ പോയിന്റ് എടുത്ത് റീകളക്ട് ചെയ്യാൻ ട്രൈ ചെയ്യേണ്ട. ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷനും കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് റൂൾ ഔട്ട് ചെയ്ത് ആൻസർ ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എക്സാമിൻ്റെ പകുതിയിലേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആക്ച്വലി ഗസ് വർക്കിലാണ് ചെയ്യുക. അല്ലാണ്ട് ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്നു അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് വിചാരിക്കുന്നു, അങ്ങനെയല്ല. ക്വസ്റ്റ്യൻ വായിക്കുന്നു അതിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻസ് റൂൾ ഔട്ട് ചെയ്ത് ചൂസ് ചെയ്യുന്നു. അതിനുള്ള എബിലിറ്റിയാണ് നിങ്ങൾ ഇത്ര കാലം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ എക്സാമിന് 2-3 ഡേയ്സ് മുന്നേ അല്ലെങ്കിൽ എക്സാമിൻ്റെ അന്ന് രാവിലെയൊക്കെ ആക്റ്റീവ് റീകോളിങ്ങിന് കിട്ടുന്നില്ല പറഞ്ഞ് ഡെസ്പായി കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി ആ വിഷമം കൊണ്ട് 4-5 ക്വസ്റ്റ്യൻസ് ഏറെ കോൺഫിഡൻസ് ഇല്ലാത്ത കാരണം തെറ്റി പോകാനുള്ള ചാൻസാണ് കൂടുതൽ. സോ അതുകൂടി ഒന്ന് ശരിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കോൺഫിഡൻസ് ഒന്ന് ബിൽഡ് ചെയ്യുക. എന്നെ ഈ സമയത്ത് എനിക്കത് ഓർമ്മയില്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരണ്ട. ഇത്ര കാര്യം ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. ആൻഡ് ഓൾസോ പ്രോബിലിറ്റി ഓഫ് ഗസ് ചെയ്തിട്ട് ശരിയാവുന്ന പ്രോബിലിറ്റി നിങ്ങൾക്ക് ഇപ്പം വെരി ഹൈയിലാണ് നിൽക്കുക. സോ അതിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. എക്സാമിന് ഓൾ ദ വെരി ബെസ്റ്റ്. എക്സാമിനൊന്നും ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും കാണണ്ട. എക്സാം കഴിഞ്ഞിട്ട് എന്തെന്നൊന്നും പ്ലാൻ ആക്കണ്ട. പക്ഷേ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ജോലിയാക്കാനുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ ഭയങ്കരതായി. ഒരു എക്സാം ഒന്നുമല്ല ലൈഫ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് കൂടെ നേരത്തെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ പോവുക. ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറഞ്ഞ സാധനമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഓവർ ഇമ്പോർട്ടൻസ് വേണ്ട, കൂളായിട്ട് ചെയ്യാം. നമ്മൾ പറയാറില്ലേ, ഒരു ആൻസർ ഇങ്ങനെ ഗസ് ചെയ്യുന്നു, അതിങ്ങനെ അത് രണ്ടാമതൊന്ന് മാറ്റുമ്പോഴാണ് തെറ്റി പോവുക എന്നൊക്കെ. കാരണം നിങ്ങളെ സബ് കോൺഷ്യസ് ആയ മൈൻഡിൽ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്. സോ ഫസ്റ്റ് എന്താണ് ആൻസർ തോന്നുന്നത് അത് തന്നെയാണ് ആൻസർ. ആ ഒരു ഫ്ലോയിൽ എക്സാം എഴുതിയേക്കുക. അല്ലാണ്ട് തിരിച്ച് നിന്ന് ഓരോന്ന് ക്രിട്ടിക്കലി ആലോചിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുന്നത് പോലെയാണ്. സോ അത് ചിലപ്പം തെറ്റിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്താൽ മതി. കാരണം നിങ്ങൾ ഇത്ര കാലത്തെ പ്രാക്ടീസിലാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. ആ പ്രാക്ടീസ് കാരണം നിങ്ങളുടെ ഗസ്സിങ് പവർ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. സോ അടിപൊളിയായിട്ട് എക്സാമിന് പോയി ഗസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ശരി തന്നെയാവും. കുറേ കൺഫ്യൂസ്ഡ് ആയിട്ട് ആലോചിക്കണ്ട. ഒരു വൺ ഗോൾ നിങ്ങൾ ബ്രെയിൻ എന്താണോ ആൻസർ തരുന്നത് അതാണ് ആൻസർ. അപ്പോൾ എല്ലാവരും ഷാറാക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.